കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നുമാണ് 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഇന്നലെ രാത്രിയിൽ കൊച്ചി പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. സ്നേഹമോൾ നൈനാൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, 2 കിലോ കഞ്ചാവ് അതോടൊപ്പം തന്നെ മദ്യക്കുപ്പികളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഹോസ്റ്റൽ റൂമുകളിൽ നിന്നും എന്നാണ് മനസ്സിലാക്കുന്നത്. 3 കുട്ടികൾ ഈ റെയ്ഡിനിടെ ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തുടക്കത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരങ്ങൾ? പൂജ, കളമശ്ശേരി പോലീസും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയേറെ കഞ്ചാവ് ഈ ഹോസ്റ്റലിൽ നിന്നും പിടികൂടുന്നത് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ചും അവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ നടത്തിയ ഒരു പരിശോധന എന്ന് പറയുന്നത്. അത് കൃത്യമായ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ കയറി ഈ പരിശോധന നടത്തിയത് എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. ഈ 2 സംഭവങ്ങളാണ് ഇതിലുള്ളത്. അതായത് 1.9 കിലോഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് 9 ഗ്രാമോളം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ കൊല്ലം സ്വദേശിയായ ആകാശിൽ നിന്നാണ് 1.9 കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. മറ്റൊരു റൂമിൽ പരിശോധന നടത്തിയപ്പോൾ 9 ഗ്രാമോളം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് തുടങ്ങി 3 വിദ്യാർത്ഥികളാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടുകൂടി തുടങ്ങിയ ഒരു പരിശോധനയാണ് വെളുപ്പിനെ ഏകദേശം 4:30 വരെ നീണ്ടുനിന്നത്. അത്രമാത്രം കൃത്യമായ രീതിയിൽ വ്യക്തമായൊരു പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വളരെ അപൂർവങ്ങളുള്ള സംഭവമായിരിക്കാം. അതായത് ഈ കോളേജിൻ്റെ ക്യാമ്പസിൽ കയറി പരിശോധന നടത്തുക എന്നുള്ളത് കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു ക്യാമ്പസ് തന്നെയായിരുന്നു ഈ കളമശ്ശേരി പോളിടെക്നിക് എന്ന് പറയുന്നത്. ഈ കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ മെൻസ് ഹോസ്റ്റലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത്രമാത്രം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഒരു കഞ്ചാവ് ശേഖരം കണ്ട് പോലീസ് അടക്കമുള്ളവർ ഞെട്ടിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഇവരൊക്കെ തന്നെയും ഈ വിൽപ്പനയ്ക്കായാണ് ഈ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പറയുന്നത്. ഈ വ്യാപകമായ രീതിയിൽ കഞ്ചാവ് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഏകദേശം 10 ഗ്രാമോളം പാക്കറ്റുകളിലാക്കി ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം നടത്തുന്നതെന്നാണ്. സാധാരണഗതിയിലൊക്കെ തന്നെയും ഈ ബംഗളൂരു, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കാം ഈ ലഹരി കടത്തുന്നത്. അത്തരത്തിൽ ധാരാളം സംഭവങ്ങളൊക്കെ തന്നെയും കണ്ടിട്ടുള്ളതാണ്. അപ്പം വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ പുറത്തുപോയി കഞ്ചാവ് കാരിയർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. എന്നാലും വളരെ അപൂർവമായൊരു സംഭവമാണ് ഈ ഹോസ്റ്റലിനുള്ളിൽ തന്നെ ഈ കഞ്ചാവ് വിതരണം നടത്തുന്നു. അതും വിദ്യാർത്ഥികൾ തന്നെ വിതരണം നടത്തുന്നു എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് പോലീസ് അടക്കമുള്ളവർ പറയുന്നത്. കഞ്ചാവ് ശേഖരമുണ്ട് എന്നൊരു കാര്യം അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രമാത്രം കഞ്ചാവ് വിദ്യാർത്ഥികൾക്കിടയിലെ മദ്യപാനം അതിനെക്കുറിച്ചൊക്കെ സംസാരമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലും പ്രശ്നമാണ്, അതുപോലും ആശങ്കപ്പെടുന്ന തലത്തിലേക്കാണ് വിവരങ്ങൾ പോയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഒരു ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നു, അവിടെ നിന്നും മദ്യക്കുപ്പികളുണ്ട്, റെയ്ഡ് വരെ എത്തുന്നു. ഈ ഒരു ക്യാമ്പസും സ്കൂളിന്റെയും പരിസരത്തേക്ക് പോലും ഇതൊക്കെ അടുപ്പിക്കാൻ പോലും പറ്റാത്തൊരു ആ രീതിയിൽ കാര്യങ്ങൾ പോകേണ്ടപ്പോഴാണ് ഇത്രത്തോളം വലിയൊരു ശേഖരം പിടികൂടുന്നത്. ഇതിപ്പോൾ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ? കൂടുതൽ നടപടികളിലേക്ക് ഇനി പോകുമോ? അത് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് സംബന്ധിച്ച് കൂടുതൽ പരിശോധനയിലേക്ക് പോലും ഇനി പോകേണ്ടതില്ലേ? തീർച്ചയായും പൂജ പറഞ്ഞ പോലെ തന്നെ ഈ മദ്യക്കുപ്പികളടക്കം പിടികൂടി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. 2 മദ്യക്കുപ്പികളടക്കം പിടിച്ചെടുത്തു എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഈ ഇത്രമാത്രം കഞ്ചാവ് ശേഖരം എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഈ ക്യാമ്പസിൽ ഒരു ആഘോഷം നടക്കാനിരിക്കുകയാണ്. ഹോളി ആഘോഷം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതിനുശേഷം വിശദമായൊരു പരിശോധന ഒരിക്കൽ കൂടി ഉണ്ടാകും എന്നൊരു കാര്യവും കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നു. കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് കൂടുതൽ ശേഖരം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നലെ ഈ പോലീസും അതോടൊപ്പം തന്നെ ഈ ഡാൻസ് ഓഫ് ടീമും പരിശോധനയ്ക്ക് എത്തിയപ്പോൾ 3 വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു പരിശോധന നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ ഈ കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല എങ്കിൽ ഓടി രക്ഷപ്പെട്ടത് എന്നൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതൊരു സംശയമായി തന്നെ നിലനിൽക്കുന്നു. ഏതായാലും ആ ഓടി രക്ഷപ്പെട്ട
വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരാണ് ഇവർക്ക് ഈ കഞ്ചാവ് എത്തിച്ച് നൽകുന്നത് എന്നൊരു കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ചില സൂചനകളൊക്കെ ആരാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം എന്നൊരു സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. വരും മണിക്കൂറുകളിൽ വിശദമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ഹോസ്റ്റൽ വാർഡനെയും പ്രിൻസിപ്പലിനെയും അതോടൊപ്പം തന്നെ ചെയർമാൻ്റെയും ഒക്കെ അടക്കം പ്രതികരണങ്ങളും ഒക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. 1.9 കിലോഗ്രാം അതോടൊപ്പം തന്നെ 9 ഗ്രാമോളം കഞ്ചാവ് പ്രബലമായ, അതായത് കൊച്ചിയിലെ പ്രബലമായ ഒരു കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളത് വിദ്യാർത്ഥി സമൂഹത്തെ അടക്കം, അതായത് മാതാപിതാക്കളിലും ഒക്കെ തന്നെ ഈ ഒരു സമൂഹത്തിനൊക്കെ തന്നെയും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കളമശ്ശേരി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഡാൻസ് ഓഫ് ടീമിൻ്റെയും ഒക്കെ അടക്കം വിശദമായ പരിശോധന ഈ ക്യാമ്പസ് മുഴുവൻ ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് പോലീസും നൽകുന്ന വിവരം. ഏതായാലും ഈ വലിയ തോതിലുള്ള ഈ കഞ്ചാവ് ശേഖരം കണ്ട് ഈ പോലീസും ഈ അന്വേഷണ സംഘം ഞെട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് ക്യാമ്പസുകളിലേക്കും അന്വേഷണം ഉടൻ ഉണ്ടായേക്കുമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്.